നമുക്കറിയാം ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് മഗ്‌രിബിയോടുകൂടി പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെയധികം പവിത്രതയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ലോക സമൂഹത്തെ പഠിപ്പിച്ച രാത്രിയാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഇന്നത്തെ രാത്രി നമ്മളിലേക്ക് കടന്നു വരുന്നത്, ഇന്നത്തെ ഈ മഗ്‌രിബിയോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന രാത്രി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ പടച്ച തമ്പുരാൻ നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന മഹാന്മാർക്ക് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു രാത്രിയും കൂടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പള്ളി മിനാരങ്ങളിലൂടെ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകളിലെ പള്ളികളിൽ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, അവിടുത്തെ മദ്ഹ് പ്രകീർത്തനങ്ങൾ ഇന്നത്തെ രാത്രികൾ ഉയർന്നു കേൾക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കേൾക്കാറുണ്ട്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ കൊണ്ടു നടക്കലും, അതേപോലെ തന്നെ നമ്മുടെ ദുആകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ മാറുവാനുള്ള ഏറ്റവും വലിയൊരു മരുന്നാണ് ഇന്നത്തെ രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ ഒരുപാട് സമയങ്ങളും ഒരുപാട് അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ അല്ലാഹു തആല തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യരായ നമ്മളെല്ലാവരും പഠിച്ചവനെ ഇതിൽ നിന്നെല്ലാം മാറിപ്പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ മഹബ്ബത്ത് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ രോഗവും നമ്മുടെ വിഷമവും നമ്മുടെ സങ്കടവും എല്ലാം മാറാൻ ഇതുപോലുള്ള അവസരങ്ങൾ, ഇതുപോലുള്ള സമയങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമല്ലോ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതുപോലെ അല്ലാഹുവേ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു സ്നേഹിച്ചതുപോലെ ഉമർ തങ്ങളെ, ബിലാൽ തങ്ങളെ, ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ ഇവരെല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതുപോലെ, ഹൃദയത്തോട് അവിടുത്തെ ബന്ധങ്ങൾ ചേർത്ത് വെച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എന്റെ പ്രിയമുള്ളവരെ നബിയോടുള്ള സ്നേഹം കടന്നു വരട്ടെ. അവിടുത്തെ ഏറ്റവും വലിയ സ്നേഹം കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ മദ്ഹുകൾ പറയലാണല്ലോ, അവിടുത്തോട് സ്വലാത്തുകൾ അധികരിപ്പിക്കലാണല്ലോ. അവിടത്തേക്ക് ഏറ്റവും വലിയ ബന്ധം, അവിടത്തേക്ക് ഏറ്റവും വലിയ സ്നേഹം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കലാണ്. ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ വെച്ചിട്ട് ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഒരാളോട് നമുക്ക് വല്ലാത്ത മഹബത്തുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ട് നമ്മൾ പറയാനും അവരെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാനും ഒരുപാട് സമയങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ടല്ലോ. അല്ലാഹുവേ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മൻ അഹബ്ബ ശൈഅൻ ഫഖദ് അക്തറ ദിക്റഹു. ഒരാളെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ കുറിച്ചിട്ട് പറയാൻ നിങ്ങൾ സമയം കണ്ടെത്തുമല്ലോ. നിങ്ങൾ അയാളെ കുറിച്ച് ഒരുപാട് മതികൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണേ. എന്നിട്ട് ഹബീബിനോടുള്ള സ്നേഹം നിങ്ങൾ കൊണ്ട് നടക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റസൂലുള്ളാഹിനെ സ്നേഹിക്കണേ എന്ന് അതാ അവിടുന്ന് മഹാനായ
ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കലാണ്. റസൂലുള്ളാഹിയോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അവിടുന്ന് പറഞ്ഞതുപോലെ പറയലാണ്, അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കലാണ്. അവിടുന്ന് എന്താണ് തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് നടന്നിരുന്നത് അതുപോലെ നമ്മൾ നടക്കലാണല്ലോ. അങ്ങനെ ആരെങ്കിലും നടന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ അഹ്യാ സുന്നതി, എന്റെ സുന്നത്ത് ആരെങ്കിലും ജീവിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് നടന്നാൽ ആരാണ് എന്റെ സുന്നത്തിനെ അവിടുന്ന് വല്ലാതെ സ്നേഹിക്കുന്നത്, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്, ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ ഉമ്മ, നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ കാത്തിരിക്കുന്നവരാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലോ പടച്ചവനെ നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ആ സ്വർഗ്ഗത്തിലെ പാലരുവികളും തേനരുവികളെ കൊണ്ട് നിറക്കപ്പെട്ട അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പടച്ചവനെ ആ പരിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്ക് കടക്കണമല്ലാ എന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകുകയില്ലല്ലോ. ദുനിയാവിൽ എന്തിനാണ് നമസ്കരിക്കുന്നത്, എന്തിനാണ് നോമ്പെടുക്കുന്നത്, എന്തിനാണ് സൽക്കർമ്മങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്ന് ആരെങ്കിലും ഒരാളോട് ചോദിച്ചാൽ അവരെല്ലാവരും പറയുന്നത്, പടച്ചവനെ ഞങ്ങൾക്ക് റബ്ബിന്റെ സ്വർഗ്ഗം വേണമല്ലോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വേണമല്ലോ, അല്ലാഹുവിനെ ഞങ്ങൾക്ക് കാണണമല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്ന് എല്ലാവരും അവിടുന്ന് പറയുന്നവരാണ്. എന്നാൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇബാഹുൽ ഹബ്ബ് എന്ന കൊടിക്ക് കീഴിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ണ്ടല്ലോ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കുകയാണ്. എന്തൊരു ഭാഗ്യമാണ് ഉമ്മ നമുക്ക് അല്ലാഹ് നൽകുന്നത്, എന്തൊരു സന്തോഷമാണ് അല്ലാഹ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ചോ. റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തുണ്ടല്ലോ, അവിടുന്ന് മുറുകെ പിടിച്ചോ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ അവിടുത്തെ തിരുസുന്നത്തിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവന്റെ കൂടെ, അവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ആഗ്രഹം എന്താ? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താ? അല്ലാഹുവേ പടച്ച റബ്ബേ സ്വർഗ്ഗത്തിൽ കടക്കണേ, നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കണം. ആ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞങ്ങൾക്കാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും. അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്നേഹിക്കാനുള്ള എല്ലാ വഴികളും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ.
എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത്? മഹാനായ ശൈഖ് റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും പരിശുദ്ധമായ ഹറം ശരീഫിലേക്ക്, പരിശുദ്ധമായ റൗള ശരീഫിലേക്ക് മഹാനായ ശൈഖ് ഇവിടുന്ന് ഇറങ്ങുക, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോവാൻ. അങ്ങനെ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ചരിത്രം ശ്രദ്ധിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെല്ലണം, അവിടത്തേക്ക് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്റെ വീട്ടിൽ നിന്ന് മഹാനവറുകൾ ഇറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അവിടുത്തെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണിങ്ങനെ എടുത്തിട്ട് അത് ചുംബിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹഭാജനമായ റിഫാഇ റളിയല്ലാഹു തആല ആ മണ്ണിങ്ങനെ എടുത്തപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നത്, തങ്ങളെ എന്തിനാണ് ഇവിടുത്തെ മണ്ണ് എന്തിനാ ചുമത്തുന്നത്? ഇവിടുത്തെ മണ്ണ് എന്തിനാ ചുംബിക്കുന്നത്? അതാ ഇവിടെ മഹാനായ തങ്ങളെ പഠിപ്പിക്കാൻ ഇവിടത്തെ മണ്ണ് ഒന്നെടുത്ത് ഈ മണ്ണ് എടുത്ത് ഈ ഒരു മണ്ണ് അടുത്ത മണ്ണിനോട്, അങ്ങനെ അടുത്ത മണ്ണിനോട് അങ്ങനെ കടന്നു ചെന്നാൽ അവസാനം ഈ മണ്ണ് എത്തുന്നത് എവിടെയാ? പരിശുദ്ധമായ റൗള ശരീഫിലാണ്. ആ റൗള ശരീഫിലെ മണ്ണെന്ന് പറയുന്നത് എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചവനെ, അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ തങ്ങളതാ എന്റെ ശിഷ്യന്മാർക്ക് അവർക്ക് മുമ്പിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടതാ പഠിച്ചവനെ പരിശുദ്ധമായ റൗള ശരീഫിലേക്ക് അങ്ങ് യാത്ര തിരിക്കുകയാണ്. ആ റൗള ശരീഫിന്റെ ചാരത്ത് ചെല്ലുകയാണ് പഠിച്ചവനെ. എന്നിട്ടാ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെ മഹാനായ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി അതാ അവിടുന്ന് പാടുകയാണ്. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه دولة الأشباح قد حضرت فامدد يمينك كي تحظى بها شفتي. ഞാൻ വിദൂരത്താകുമ്പോൾ എന്റെ റൂഹിനെ പരിശുദ്ധമായ റൗള ശരീഫിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് നബിയേ. എനിക്ക് പകരമുണ്ടല്ലോ ഈ മദീനയുടെ മണ്ണ് ഞാൻ ചുംബിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുവേ, പടച്ചറബേ, എന്റെ റൂഹിൽ എനിക്ക് പകരം ഈ മദീനയിൽ എന്റെ പരിശുദ്ധമായ ചുണ്ടുകൊണ്ട് ഈ മണ്ണ് ചുംബിച്ചിട്ട് മടങ്ങിയിട്ടുണ്ട് നബിയേ. ഞാൻ നേരിട്ട് വന്നിരിക്കുകയാണ് നബിയേ. അതുകൊണ്ട് അവിടുത്തെ കരങ്ങളൊന്ന് എന്നിലേക്ക് നീട്ടിത്തരുമോ? അവിടുത്തെ കരങ്ങളൊന്ന് എന്നിലേക്കൊന്ന് നീട്ടിത്തരുമോ നബിയേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി ആ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ചാരത്ത് പോയിട്ട് പാട്ട് പാടിയിട്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞെന്ന ചരിത്രം പഠിപ്പിക്കുകയാണ്. ഉടനെ അതാ പഠിച്ചവനെ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നും ചരിത്രമാണല്ലോ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിലേക്ക് തന്റെ കരങ്ങളങ്ങ് നീളുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങൾ അവിടുന്ന് നീളുകയാണ്. അവിടുന്ന് കൈ കൊടുത്തില്ലേ? അവിടുത്തെ നിസാരത്തിന്റെ പുണ്യമായ കരങ്ങൾ അവിടുന്ന് ചുംബിച്ചില്ലേ? ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മദീനയിൽ കടന്നു വന്നിട്ട് ആ പുണ്യമായ റൗള ശരീഫിന്റെ
ചാരത്ത് വെച്ചിട്ട് അവിടുന്ന് പറയാണ്, നബിയെ എല്ലാ ദിവസവും എന്റെ റൂഹിനെയാണ് ഞാൻ ഇങ്ങോട്ട് അയക്കാറുള്ളത്. ഇന്ന് താ നബിയെ എന്റെ പകരം എന്റെ ശരീരത്തിന്റെ പകരം എന്റെ റൂഹി ഇവിടെ വന്നിട്ട് ഈ പരിശുദ്ധമായ പുണ്യമായ മണ്ണ് വന്ന് ചുംബിച്ചിട്ട് മടങ്ങാറുണ്ട് നബിയെ. ഇന്ന് താ ഞാൻ നേരിട്ട് വന്നിരിക്കുന്നു. അവിടുത്തെ കരങ്ങളൊന്ന് എനിക്ക് നേടി തരുവോ? പരിശുദ്ധമായ റൗള ശരീഫിന്റെ കരങ്ങൾ, റൗള ശരീഫിന്റെ കരങ്ങൾ, ആ റൗള ശരീഫിൽ നിന്നും അല്ലാഹുവേ പടച്ചറബ്ബേ റിഫാഇ തങ്ങളിലേക്ക് അവിടുത്തെ കരങ്ങളങ്ങ് നീണ്ടു വന്നു എന്ന് പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കാം. അല്ലാഹു നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ വേണം. നമുക്കൊക്കെ നമ്മുടെ വാക്കിലെ ഹബീബിനോടുള്ള സ്നേഹമുള്ളൂ അല്ലേ? നമുക്കൊക്കെ എങ്ങനെയാണ്? വാക്കുകളിലും ചിന്തകളിലും ഒക്കെയാണ്, എഴുത്തുകളിലും ഒക്കെയാണ് നമുക്ക് ഹബീബിനോടുള്ള സ്നേഹം. അവരൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയത്തിലേക്ക് കയറി. നമ്മുടെ ഹൃദയത്തിൽ കയറാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ല. ഹൃദയത്തിൽ കൊണ്ട് സ്നേഹിച്ച അവന്റെ ജീവിതത്തിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മുടെ സ്നേഹം അല്ലാഹു തആല പരിപൂർണമാക്കി തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ മഹബ്ബത്ത് വെച്ചവരായിട്ട് അല്ലാഹു തആല നമ്മെ ദുനിയാവിൽ അല്ലാഹു തആല ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ എനിക്കും നിങ്ങൾക്കും കരയാൻ കഴിയണം. എനിക്കും നിങ്ങൾക്കും കരയാൻ കഴിയണം. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ കരഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നുപോയ എത്രയോ ആളുകളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരങ്ങ് കേട്ടാൽ പടച്ചവനെ കണ്ണുനീരുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത മഹബ്ബത്ത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മഹാനാണ്. അവിടത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത മഹബ്ബത്തായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചവനെ അവിടുന്ന് പേര് കേട്ടാൽ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി കരയുമായിരുന്നു, അവിടുന്ന് കണ്ണുനീരൊഴുക്കുമായിരുന്നു. അതുകൊണ്ടാണ് റൗള ശരീഫിന്റെ ചാരത്ത് പോയിട്ട് വന്ന് പാടിയത്, لكنه يجري على خدين من حب قلبي سيد القولين حيا وميتا في تراب رميما صلوا عليه وسلموا تسليما. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ പാടിയത്. തന്റെ കരച്ചില് റസൂൽ അങ്ങയെക്കുറിച്ച് കരയുമ്പോൾ എന്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാണ് അവിടുന്ന് പാടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേട്ടാൽ എന്റെ പ്രിയമുള്ളവരെ, ബിലാൽ തങ്ങൾ കരഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞിരുന്നത് എന്തിനാണ്? ഉമർ തങ്ങൾ കരഞ്ഞത് എന്തിനാണ്? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞത് എന്തിനാണ്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു കരഞ്ഞത് എന്തിനാണ്? മിൻ ഹുബ്ബി ഖൽബി, അവിടുത്തെ ഹൃദയത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നത്. മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി മാ ജഫദ മഅന സാല മിൻ ഐനൈനി
ലകിന്നഹു യജ്രി അലാ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ ഖൗറൈനി ഹയ്യം വമൈത ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തന്റെ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ സ്നേഹിച്ചപ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചപ്പോ, എന്റെ പ്രിയമുള്ളവരെ ഹബീബ് ഹൃദയത്തിലോട്ട് ഇറങ്ങി വന്നതാണ്. ഹബീബായ നബി തങ്ങൾ ഹൃദയത്തിലോട്ട് ഇറങ്ങി വന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് എങ്ങാനും തന്റെ ഹൃദയത്തിലോട്ട് ഇറങ്ങി വന്നോ, പിന്നെ കാണുന്നത് റസൂലുള്ളയാണ്, പിന്നെ കേൾക്കുന്നത് റസൂലുള്ളയാണ്, ചിന്തിക്കുന്നത് പിന്നെ റസൂലുള്ളയാണ്, എല്ലാം പിന്നെ അല്ലാഹുവിന്റെ ഹബീബാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്റെ യജമാനനായ ഉമ്മയത്ത് പഠിച്ചവനെ അവിടുന്ന് ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ഒട്ടകത്തെ മേയ്ക്കാൻ വേണ്ടിയിട്ട്, ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കടന്നു ചെന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് കിടക്കാൻ സ്ഥാനം കൊടുത്തത് എവിടെയാ? എന്റെ പ്രിയമുള്ളവരെ, ഒട്ടകത്തിന്റെ ആലയിലാണ്, ആടുകളെ കിടക്കുന്ന ആലയിലാണ്. പക്ഷേ മോചിതനായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹുവേ കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്ഥാനം കൊടുത്തതെന്ന് നോക്കൂ എന്റെ പ്രിയമുള്ളവരെ. എവിടെയാണ് റസൂലുള്ള സ്ഥാനം ബിലാൽ തങ്ങൾക്ക് കൊടുത്തത്? എവിടെയാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനം കൊടുത്തത്? അല്ലാഹുവേ, മുശ്രിക്കുകളുടെ കയ്യിൽ നിന്ന് പടച്ചവനെ മക്കയങ്ങ് മോചിതരായപ്പോ പരിശുദ്ധമായ മക്ക കഅബാലയം മോചിതനായപ്പോൾ, കഅബാലയം മോചിപ്പിച്ചപ്പോൾ പടച്ചവനെ ആ പരിശുദ്ധമായ കഅബാലയം അവിടുന്ന് കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം സഹാബത്തിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതെന്താ? ഐന ബിലാൽ, എവിടെയാണ് എന്റെ ബിലാൽ? എവിടെയാണ് എന്റെ ബിലാൽ? എന്റെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു എവിടെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലയോ? എന്നിട്ട് അവിടുന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മുഅദ്ദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ മദീനയിലെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നവരാക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനം കൊടുത്തില്ലേ? ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ കളിയാക്കിയിട്ടുണ്ട്. അവിടുന്ന് ജനങ്ങൾ ചോദിക്കുമായിരുന്നു, ബിലാലിനാണോ കരിക്കട്ടക്കയാണോ ഏറ്റവും കൂടുതൽ കറുപ്പുള്ളത്? അങ്ങനെ വരെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പരിഹസിച്ചിരുന്ന സമൂഹം നീഗ്രോ വിഭാഗത്തിന് ഒരു സ്ഥാനവും കൊടുക്കാതെ തള്ളിക്കളഞ്ഞിരുന്ന വിഭാഗം, ആ വിഭാഗത്തിന്റെ മുമ്പിലാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുവെളുത്തു വരുന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ, കറുകറുത്തു പോയ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഒപ്പം ഇരുത്തിക്കൊണ്ട് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിനകത്ത് ജോലി ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ഉമയ്യത്ത് സ്ഥാനം കൊടുത്തിരുന്നത് തന്റെ ആടുകളുടെയും തന്റെ ഒട്ടകത്തിന്റെയും കൂട്ടത്തിലായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനം കൊടുത്തത് എവിടെയാ? മദീനയിലെ പള്ളിയിലെ മുഅദ്ദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലെ മുഅദ്ദിനായി കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം കൊടുത്തത്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ മദീന വിട്ടുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് യാത്ര പോയി. പടച്ചവനെ, വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് കാലുകുത്തിയിട്ടില്ല, കടന്നു വന്നിട്ടില്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത, എന്റെ ഹബീബിനെ കാണാത്ത പരിശുദ്ധമായ മദീനയിൽ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ തന്നെ താമസമാക്കി. ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്താണ് അല്ലാഹുവേ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് ബിലാൽ തങ്ങളോട് ചോദിക്കുന്നു, യാ ബിലാൽ, എന്നെ മറന്നോ ബിലാലേ? എന്നെ മറന്നോ ബിലാലേ? എന്തേ ഞാൻ കിടക്കുന്ന പരിശുദ്ധമായ മദീനയിലേക്ക്, എന്റെ റൗദാ ശരീഫിന്റെ ചാരത്തേക്ക് എന്തേ നീ കടന്നു വരാത്തത്? ഇത് കേട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു നേരിയതോ, പടച്ച റബ്ബേ, ചെരുപ്പ് പോലും അതിനായി കൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ നിന്നും മദീനയിലേക്ക് നടന്നു. ആ പരിശുദ്ധമായ റൗദാ ശരീഫിന്റെ ചാരത്തേക്ക് കിലോമീറ്ററുകളോളം നടന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ആ കടന്നു വന്നപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ജനങ്ങൾ സ്വഹാബത്ത് അവിടുന്ന് ബാങ്ക് വിളിക്കാൻ പറഞ്ഞത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, ബിലാലേ, ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാലേ? ഞങ്ങളുടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമയത്ത് നീ കൊടുത്തിരുന്ന ബാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിസമ്മതിച്ചു. അവിടുന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, പഠിച്ചവനെ, രണ്ടുപേരും അവിടുന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ബിലാൽ തങ്ങളെ, നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കുവോ? ഞങ്ങളുടെ വല്ലുപ്പയുള്ള സമയത്ത് നിങ്ങൾ ബാങ്ക് വിളിച്ചിരുന്ന ബാങ്ക് ഞങ്ങൾക്ക് കേൾക്കാനില്ലാത്ത കൊതിയാണ് ബിലാലേ, അതുകൊണ്ടൊന്ന് ബാങ്ക് വിളിക്കുവോ എന്ന് ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചു. അവിടുന്ന് പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് നിന്നിട്ട് അവിടുന്ന് ബാങ്ക് വിളിക്കുമ്പോ പടച്ച റബ്ബേ, ശബ്ദം ഇങ്ങനെ ഇടറുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് കഴിഞ്ഞില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെത്തിയപ്പോൾ പടച്ചവനെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകൾ ഇടർന്നു, കൈകാലുകൾ തളരുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് തളർന്നു വീണു എന്ന് ചരിത്രം പഠിപ്പിച്ചില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത സ്നേഹം. നമുക്കങ്ങനെ സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കങ്ങനെ ആവേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെയാണ് സ്വഹാബത്ത് സ്നേഹിച്ചത്. ആ ഹബീബ് സ്നേഹിച്ചതും ആണ് എൻ്റെ പ്രിയമുള്ളവരെ വല്ലാത്ത മഹബത്തായിരുന്നു നബിക്ക്. വല്ലാത്ത മഹബത്തായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് നബിയോടുള്ള സ്നേഹം അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം അവിടുന്ന് കാണുകയാണ്. വല്ലാത്ത സന്തോഷം കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, അങ്ങ് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ നബിയേ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അതാ കരങ്ങൾ ഉയർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, എന്റെ ആയിഷക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. എന്റെ ആയിഷ അറിഞ്ഞു പറയാതെയും ചെയ്ത പലതും വലുതും ചെറുതുമായ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അവിടുന്ന് ഒരുപാട് ദുആ ചെയ്തു. പഠിച്ചവനെ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി, സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഒരുപാട് ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ആയിഷ ബീവി ഇരിക്കുമ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയിഷ ഞാൻ ദുആ ചെയ്തത് നിനക്ക് വല്ലാത്ത സന്തോഷമായോ ആയിഷ? അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ എനിക്ക് വല്ലാത്ത സന്തോഷമായി നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമായി നബിയേ. പടച്ചവനെ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയിഷ ഓരോ ദിവസവും 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുണ്ടല്ലോ എന്റെ വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ ദുആ ചെയ്യേണ്ടത്, നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മൾ കാത്തിരിക്കേണ്ടത് ആരെ കാണാനറിയോ? ലോക പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാ നാം ഒരിക്കലും തന്നെ കണ്ടിട്ടില്ല. പടച്ചവനെ ആ റസൂലാണ് നമുക്ക് വേണ്ടിയിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത്. ഇന്നും നമ്മുടെ മനസ്സിനകത്ത് ദുനിയാവിന്റെ ആഡംബരങ്ങളാണ്, ഇന്നും നമ്മുടെ മനസ്സിനകത്ത് ദുനിയാവിന്റെ ആളുകളാണ്, ദുനിയാവിന്റെ സൗന്ദര്യമാണ്. പക്ഷേ ആരാ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? ആരാ നമുക്ക് വേണ്ടി സ്നേഹം തന്നത്? അത് ലോക പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. നമ്മുടെ മനസ്സിനകത്ത് ആരാ? ദുനിയാവിന്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന ആളുകളാ. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയാ, എനിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖത്ത് നമസ്കാര ശേഷം ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാപ്പയും പോലും ചിലപ്പോൾ 5 വഖത്ത് നമസ്കാര ശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യൂല. നമ്മുടെ മക്കൾ ദുആ ചെയ്യൂല, നമ്മുടെ ഭർത്താവും ഭാര്യയും ദുആ ചെയ്യൂല. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് നമ്മളെ സേഫ്റ്റി ഉറപ്പിക്കുന്നു ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള അറഫ ദിവസത്തിന്റെ അന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ.
ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്, അറഫ ദിവസത്തിന്റെ അന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് ഏറ്റവും കൂടുതൽ വരാനിരിക്കുന്ന തന്റെ ഉമ്മത്തിനാണ് എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കാൻ. ആർക്ക് വേണ്ടി ദുആ ചെയ്തത്? ആർക്ക് വേണ്ടി ദുആ ചെയ്തത്? സ്വഹാബത്ത് പറയാണ്, എന്റെ വരാനിരിക്കുന്ന ഉമ്മത്തിന് വേണ്ടിയിട്ട്. അല്ലാഹുവേ പഠിച്ചവനെ, അല്ലാഹുവേ പഠിച്ചവനെ, അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പഠിച്ചവനെ ഞങ്ങളുടെ ഖൽബിൽ നീ ഉറപ്പിച്ചു തരണേ റബ്ബേ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചല്ലോ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങളുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തുള്ള ജനങ്ങളെ വേദനിപ്പിക്കുന്ന പലതും എന്റെ പ്രിയമുള്ളവരെ നബിക്ക് അനാസയാത്ത പ്രയാസമാണ്, വല്ലാത്ത സഹിക്കാൻ കഴിയാത്തതാണ്, ലോകത്തുള്ള ആളുകൾക്ക് വേണ്ടി പ്രയാസമുണ്ടാകുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലേ, നിങ്ങൾക്കറിയോ തറാവീഹ് നമസ്കാരം എല്ലാ റമളാനിലും തറാവീഹ് നമസ്കരിക്കലുണ്ട്, സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ജമാഅത്തായിട്ട് 3 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിച്ചിട്ടുള്ളത്. 3 പ്രാവശ്യം ജമാഅത്തായിട്ട്. കാരണം എന്താ അറിയാം? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ജമാഅത്തായിട്ട് നിസ്കരിക്കാണ്ട് ജനങ്ങൾക്ക് വിഷമമാകുമോ എന്ന് വിചാരിച്ച് ഇന്നത്തെ പോലെയല്ല, ഇന്ന് നമുക്ക് നിസ്കരിക്കുമ്പോഴത്തേക്ക് റമളാനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത പേടിയാണ്, നമുക്ക് വല്ലാത്ത വിഷമാണ്. പഠിച്ചവനെ കുടുങ്ങിയാലോ, റമളാൻ വന്നാൽ നല്ലോണം തിന്നാൻ കിട്ടുന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, പല ആളുകളും തറാവീഹ് നമസ്കരിക്കലില്ല. പല ആൾക്കാരും തറാവീഹ് നമസ്കരിക്കൂല, കള്ളന്മാരല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളവരെ നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തറാവീഹ് നമസ്കാരം ഞാൻ 3 തവണ രഹസ്യമായി കുറച്ച് ആളുകളെ മാത്രം കൂട്ടി നിസ്കരിച്ചു. പഠിച്ചവനെ, സ്വഹാബത്ത് ഈ വിവരം അറിഞ്ഞിട്ട് സ്വഹാബത്ത് എല്ലാവരും കടന്നു വന്നു. അങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ പള്ളി നിറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിൽ പുറത്തിറങ്ങിയിട്ടില്ല. മനസ്സിലായോ? സഹാബത്തൊക്കെ അങ്ങനെ കാത്തുനിന്നു. റസൂലുള്ളാഹി പുറത്തിറങ്ങിയില്ല. പിറ്റേ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ആവേശം പടച്ചോൻ എന്താക്കും, ഇത് നിർബന്ധാക്കോ എന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്താക്കുന്നില്ല. ഇത് നിങ്ങളുടെ ആവേശത്തിനനുസരിച്ച് ഞാൻ ജമാഅത്താക്കി വിട്ടു തന്നാലേ ഇത് നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഇത് ലോകത്തുള്ള ജനങ്ങൾക്ക് അതിന് പ്രയാസമാകുമെന്ന് എനിക്കറിയാമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മൾ പഠിപ്പിക്കാം. അതുകൊണ്ട് അതുവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് ചുരുക്കം. മനസ്സിലായോ? ജനങ്ങളുടെ പ്രയാസങ്ങൾക്കനുസരിച്ച് തറാവീഹിന്റെ കാര്യത്തിൽ വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ശ്രദ്ധ കാണിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അതാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന പലതും നബിക്ക് അസഹനീയമാണ്, വല്ലാത്ത പ്രയാസമാണ്, സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് അല്ലാഹു തആല ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ സ്നേഹം കാണിച്ചവരാണ്, തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചവരാണ്, സ്വഹാബത്തിനെ സ്നേഹിച്ചവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ അതാ ഒരാൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം നബിയേ, എനിക്ക് ദാനം തരുമോ, എനിക്ക് ഇത്ര രൂപ കടം വേണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ആ സമയത്തൊന്നും കൊടുക്കാനില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞെന്നറിയോ? ഞാൻ ഇന്നൊരാളെ പറഞ്ഞു തരാം, നീ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ, ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി, നീ കൊടുക്കണ്ട, അത് ഞാൻ കൊടുത്തോളാം.
മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ചാരത്തുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇതല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ, ഇനി അതും കൂടെ ഏറ്റെടുക്കാനോ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ഒരു സഹാബി അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹാബി പറഞ്ഞു, നബിയേ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ അല്ലാഹു തആല കൈവിടില്ലല്ലോ, നിങ്ങൾക്ക് അതിന്റെ വഴി ഉണ്ടാവുമല്ലോ എന്ന് അവിടെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹാബി പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. തന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ ഒരൊറ്റ കാര്യം നീ അങ്ങ് നിറവേറ്റി കഴിഞ്ഞാൽ നിന്റെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന നബിചര്യ മാത്രമല്ല, നിന്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി തരും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൂടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തൂടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ക്ലാസ് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ.